പ്രധാനപ്പെട്ട ന്യൂസാണ്. ജയന്തി കൊലക്കേസിൽ ഭർത്താവിന് തൂക്കുമരം ലഭിച്ചിരിക്കുകയാണ്. കേരളക്കരയിൽ ഒന്നാകെ ഞെട്ടിപ്പിച്ചിരുന്ന ഒരു ന്യൂസായിരുന്നു ജയന്തി കൊലക്കേസ്. ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് മാവേലിക്കര കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. വള്ളികുന്നം 3-ാം വാർഡ് രമേശ് കൃഷ്ണ ഭവനത്തിൽ ജയന്തിയെ തലക്കടിച്ചും ശിരസ് അറുത്തു മാറ്റിയുമാണ് കൊലപ്പെടുത്തിയത്. അതായത് കഴുത്ത് വെട്ടിയെടുത്തു, അങ്ങനെ കൊലപ്പെടുത്തി. 35 വയസ്സുള്ള സമയത്തായിരുന്നു ജയന്തി മരിച്ചത്. മാന്നാർ ആലുമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ കുട്ടിക്കൃഷ്ണനെയാണ് ഇപ്പോൾ പ്രതിയായിട്ട് കണ്ടിരിക്കുന്നത്. ഓക്കെ, 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന സംഭവത്തിലാണ് അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. 2 പതിറ്റാണ്ട് 20 വർഷം മുമ്പ്. അയ്യോ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്. അല്ലല്ല, ഞങ്ങൾ ജനിച്ച് ഏർലി ഞങ്ങൾ 4 വർഷം. ഓക്കെ, 4 വയസ്സുള്ളപ്പോ നടന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിന്റെ വലിയ ഡീറ്റെയിൽസ് അല്ലേ. ഇപ്പോഴാണ് ഞങ്ങൾ ഇത് മനസ്സിലാക്കുന്നത്, ക്ഷമിക്കുക. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പൊ വായിച്ചപ്പോ മനസ്സിലായി. ഇത്രയും നാള് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഇത് വരുന്നത്. അതെ, 20 വർഷമൊക്കെ ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുക. അതാണ് പല കേസുകളും ഇങ്ങനെയാണ് തള്ളി ഇങ്ങനെ തള്ളി പൊക്കോണ്ടിരിക്കുന്നു. 2004 ഏപ്രിൽ 2-ന് പകൽ 3:30-ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. സംശയരോഗിയായ കുട്ടിക്കൃഷ്ണൻ ജയന്തിയെ വീട്ടിൽ വെച്ച് കറിക്കത്തി, ഉളി, ചുറ്റിക, ഹാക്ലോ ബ്ലേഡ് എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ചും തലയെ അറുത്തും കൊലപ്പെടുത്തുകയായിരുന്നു. വെറും സംശയരോഗം ആരോപിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ഇല്ലാതാക്കി. ഇപ്പോഴും അതിന്റെ അനന്തര ഫലങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നിരവധി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം ഇത്തരത്തിൽ നടക്കുകയാണ്. അങ്ങനെ കഴുത്ത് അറുത്തു മാറ്റി, കത്തി കൊണ്ട് ശിരസ് അറുത്തു മാറ്റി, തലയ്ക്ക് പിന്നിലെ പ്രധാന രക്തധമനി ഉളി കൊണ്ട് മുറിച്ചെടുത്തു. ശിരസ് ജയന്തിയുടെ വയറിന് മുകളിൽ വെച്ച് പുതപ്പിച്ച് മറച്ചു. സംഭവത്തിന് ദൃക്സാക്ഷിയായ 1 വയസ്സും 2 മാസവും പ്രായമുണ്ടായിരുന്ന പെൺകുഞ്ഞുമായി അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം അറിയിക്കുകയും ചെയ്തു. അന്തസ്സായിട്ട് ഞാൻ കൊന്നു എന്ന് പറയുകയും ചെയ്തു. മാനസികാവസ്ഥ വളരെ മോശമാണ്. മാന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്ത 120/2004 ക്രൈം നമ്പർ കേസിലാണ് വധശിക്ഷ നൽകിയിരിക്കുന്നത്. ക്രൂരത പരിഗണിച്ച് IPC 302, അതായത് കൊലപാതക കുറ്റവും വധശിക്ഷ, മൃതദേഹത്തോടുള്ള അനാദരവ് IPC 297 വകുപ്പനുസരിച്ച് 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴത്തുകയിൽ 50,000 രൂപ മകൾക്ക് നൽകണമെന്നും വിധിയിലുണ്ട്. പ്രതിയുടെ മൊഴി ആസ്പദമാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ വധശിക്ഷ വിധിക്കുന്ന അത്യപൂർവ കേസായി ജയന്തി കൊലക്കേസ് മാറുകയാണ്. എന്നാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കേസ് തന്നെയാണ്. കഴുത്തറുത്ത് മാറ്റി അത് ഇങ്ങനെ സ്വന്തം ശരീരത്തിൽ, കൊന്ന ആളുടെ ശരീരത്തിൽ തന്നെ കയറ്റി വെച്ചിട്ട് അതിനെ പുതപ്പിച്ചുകൊണ്ട് മാറ്റി കിടത്തി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ, അയാളുടെ മാനസികാവസ്ഥ എത്രത്തോളമാണ്. സൈക്കോസിന്റെ വേറൊരു തലം. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആമക്കളെ മര്യാദയ്ക്ക് വളർത്തുക, അല്ലെങ്കിൽ പെൺമക്കളെ കെട്ടിച്ചിടുമ്പോ നല്ല ചെറുക്കന്മാരുടെ പറഞ്ഞു വിടുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട. എല്ലാ വശങ്ങളും നോക്കിയിട്ട് പറയാ. അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെയാണെങ്കിലും ഒരു കുടുംബജീവിതം, അതായത് വേറൊരിടത്തിന്റെ വീട്ടിലോട്ട് കെട്ടിച്ചു വിടുമ്പോഴേ അതുപോലെ പെണ്ണുങ്ങളുടെ സ്വഭാവം നോക്കണം. ശ്രദ്ധിക്കണം, എല്ലാവരും രണ്ടുപേരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ആമ്പിള്ളാരുടെ കാര്യത്തിൽ ഇത്ര വലിയൊരു പെൺകുട്ടി ഇത്തരത്തിലുള്ള ഒരു ചെയ്യുമെന്ന് തോന്നുന്നില്ല. ചെയ്യുന്നവരുണ്ട്. പക്ഷെ കാരണം ഇപ്പം നിരവധി, ഈ കഴിഞ്ഞ ദിവസം കൂടെ വേറൊരു കേസും വന്നായിരുന്നു. ഭർത്താവിന്റെ വീട്ടില് ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആ കുട്ടിയുടെ ശരീരമാസകലം മുറിവേൽപ്പിക്കുകയും ചെയ്തെന്നുള്ള ന്യൂസ് ഒക്കെ, പെൺകുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്നാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം, ഇതിനു മുമ്പ് എത്രയോ ന്യൂസുകൾ, ഇത്തരത്തിൽ എത്രയോ ന്യൂസുകൾ. അതുകൊണ്ട് കേരളത്തിൽ അത് സാധാരണയാവുകയാണ്. ഇങ്ങനെയുള്ള സ്ത്രീ, അതായത് ഭർത്തൃ വീട്ടിൽ ഭാര്യ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന, അതായത് ഇപ്പൊ ഏർലി മാരേജ് ആയിരിക്കും. അതായത് 27 വയസ്സ് വീട്ടുകാരെ നിർബന്ധിച്ച് കെട്ടിക്കും. അതോ വേറൊരു വശമാണ്. അപ്പം അതെല്ലാം പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതെ.